ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം ക്യാമ്പസുകളിൽ ധാരാളമുണ്ട്. ഇപ്പോൾ അതൊരു പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ പോലീസ് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ശിവജിയെ പിടിച്ചില്ലേ, 1.1 ഗ്രാം MDMA മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സോഴ്സ് ഉണ്ടല്ലോ, പോലീസ് അന്വേഷിക്കണം. ഇതിൻ്റെ സപ്ലയേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് മനസ്സിലാക്കി ആ മേളിൽ പോയി അവിടെ പിടിച്ചാൽ മാത്രമേ ഇതിലെന്തെങ്കിലും ഇതിന് നമുക്ക് ഒരു മാർഗം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിനെ തീർക്കാൻ. കഞ്ചാവ് വരുന്ന വഴികൾ കാണണം. ഈ കോമ്പിങ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, വളരെ വലുതാക്കണം. ഇപ്പോൾ മയക്കുമരുന്നുമായിട്ട് വന്ന ഒരു കാറ് ഒരു സബ് ഇൻസ്പെക്ടറോ മറ്റോ തടഞ്ഞപ്പോൾ അയാളെ ഇടിച്ചിട്ടിട്ട് പോയി. ഇന്ന് അവരെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവനെല്ലാം ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യമാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. റാഗിങ് നടത്തുന്ന, ക്രൂരമായ റാഗിങ് നടത്തുക, നമ്മൾ കണ്ടല്ലോ നടത്തുന്നതെല്ലാം. അതിന് പണവും ചോദിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അതെല്ലാം ഈ മയക്കുമരുന്നാണ് അതിൻ്റെ പിന്നിൽ. ഇത് സുലഭമാണ് വിദ്യാർത്ഥികൾക്ക്. ഈ വിദ്യാർത്ഥികളെ ഇതിൻ്റെ പുറകിലേക്ക് മാറ്റാൻ, ക്യാമ്പസുകളിലേക്ക് ഇത് കൊണ്ടുവരാൻ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അത് ആദ്യമേ കോമ്പിങ് ഓപ്പറേഷനിലൂടെ ആ ഗ്രൂപ്പുകളെ മുഴുവൻ തകർക്കണം. ഇനി ഇത് പോലീസിന് മാത്രം അല്ലെങ്കിൽ എക്സൈസിന് മാത്രമുള്ള ബാധ്യതയാണ്. അല്ല, നമ്മുടെ സമൂഹത്തിന് ഇതിലൊരു ബാധ്യതയുണ്ട്. അതും കൂടെ നമ്മൾ കണക്കാക്കണം. സമൂഹത്തിന് ശരിയായ ബാധ്യത ഇതിലുണ്ട്. സമൂഹം നോക്കണം ഇത്. ഈ സമൂഹം നോക്കുന്ന കാര്യം എന്താണ്? ഒരു ആണും പെണ്ണും കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? സദാചാര പോലീസ് കളിക്കുന്ന ഒരിടപാടുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ അത് നല്ലതുമായിരുന്നു, ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ചില സാഹചര്യങ്ങളിൽ അത് നല്ലതായിരുന്നു. കാരണം പെൺകുഞ്ഞുങ്ങൾ ദുഷിച്ചു പോകരുത് എന്നുള്ള ഒരു നിലപാടിൽ, അത് ആ കുട്ടികൾ ദുഷിച്ചു പോകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്ന അയൽക്കാരുണ്ടെങ്കിൽ അത് സദാചാര പോലീസ് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. മറ്റേത് ഇതല്ലാതെ ഒരുത്തം വന്ന് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു, എനിക്കിത് പറ്റുന്നില്ല എന്നുള്ള അസൂയയും കുശുമ്പും കൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ സദാചാര പോലീസിനെ നമ്മളത് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതും പോസിബിൾ ആവും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ കഞ്ചാവ് വലിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ, പെൺകുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് വലിക്കുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് തടയാനുള്ള മാർഗം ഉണ്ടാക്കണം. ഈ കഞ്ചാവ് വലിക്കുന്നവരുമായിട്ട് അവനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ ആരൊക്കെ വിളിച്ചേക്കുന്നു എന്ന് നോക്കിയാൽ, ഫോൺ നമ്പർ നോക്കിയാലുണ്ടല്ലോ, പലപ്പോഴും പെൺകുട്ടികൾ, അതായത് വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യത്തോടെ കാണാൻ പറ്റും. അവരുടെ സംഭാഷണം പുറത്തെടുത്തപ്പോൾ, റെക്കോർഡ് ചെയ്തപ്പോൾ, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്ത് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ ചോദിക്കുന്നത്? പോസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ അതെന്താ എൻ്റെ മീനിങ് എന്ന് ചോദിച്ചാൽ ഒരുത്തം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോസ്റ്റായിട്ട് നിൽക്കണോ, താമസം ഉണ്ടോ എന്നുള്ളതാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. ഇതേപോലാണ്. അതുപോലെ വില കൂടുതലാണോ എന്നുള്ളതിന് ചോദിക്കുന്നതിനൊക്കെ കോഡാണ് മുഴുവൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ വേറെ താമസ സ്ഥലം, ഹാൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അടിച്ചിട്ട് ഹോസ്റ്റലിലോട്ട് എല്ലാം ഒക്കത്തില്ല. അത് കാരണം അതിന് താമസിക്കാൻ സ്ഥലമുണ്ടോയെന്ന് ഒരു പെണ്ണാണ് ആലോചിക്കണം നമുക്ക്. അതിനത് പ്രത്യേകതയൊന്നുമില്ല, പ്രശ്നമൊന്നുമല്ല. ഇത് അടിച്ചിട്ട് ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പോലും they don't care. കാരണം അവർക്ക് പിന്നെ ഇതൊന്നും പ്രശ്നമല്ല. സദാചാരമൊന്നും പിന്നെ അവർക്ക് പ്രശ്നമല്ല. അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. പക്ഷെ ഇത് നമ്മുടെ നോക്കേണ്ടത് അവരുടെ മാതാപിതാക്കളെയാണ് ഈ കുറ്റം പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മാതാവും പിതാവും ഉണ്ടെങ്കിൽ അവരൊരിക്കലും എൻ്റെ മോൾ അങ്ങനെ ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പറയും എൻ്റെ മോൾ അങ്ങനെയൊന്നും പോകത്തില്ല. കാരണം എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കുട്ടി അത് പുറത്തറിഞ്ഞാൽ അവനെ അവോയ്ഡ് ചെയ്യാൻ, അതായത് ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും അവനെ ഒഴിച്ചു നിർത്താനുള്ള ഒരു ത്വര നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അത് പാടില്ല. അങ്ങനെയല്ല വേണ്ടത്. അവനെ നന്നാക്കിയെടുക്കാനുള്ള ഒരു ബാധ്യത സമൂഹത്തിനുണ്ട്. അതേപോലെ മദ്യപിക്കുന്ന ഒരു കുട്ടി മദ്യപിച്ചു കണ്ടു, പറ്റിപ്പോകുന്നതാണ്. ഇത് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവൻ ഇതുപോലെ ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും നോക്കുക. അതും സമൂഹത്തിന് ബാധ്യതയുണ്ട്. ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ വളരെ സമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട്. അത് ഞാൻ എൻ്റെ അടുത്തൊരു പെൺകുട്ടി ഇന്നാൾ വന്നൊരിക്കൽ പറഞ്ഞതാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ ഒരുത്തം വന്ന് ഉപദ്രവിക്കുകയാണ്.
ശാരീരികമായിട്ട് പീഡനമാണ്, ലൈംഗികമായിട്ടുള്ള പീഡനം. ഇത് കംപ്ലൈൻറ്റ് ചെയ്ത് എഴുന്നേറ്റ് അതിനെ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ സഹായിക്കാൻ ആ ബസ്സിലിരുന്ന് ഒരൊറ്റ ഒരുതിനും തയ്യാറായില്ല, ഒരു സ്ത്രീ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കണ്ടക്ടർ മാത്രം അത് എതിർക്കാൻ പോയി. കണ്ടക്ടർ എതിർക്കാൻ പോയപ്പോൾ എമ അടിക്കാൻ പോകും കണ്ടക്ടർ. ഇതാണ്. അപ്പം കണ്ടക്ടറെ അടിക്കാൻ പോയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിന് തടഞ്ഞു. ഈ പെൺകുട്ടിയുടെ ഈ രോദനം ഉണ്ടല്ലോ എവിടെ? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവം ഇതാണ്. ഇങ്ങനെ ആകരുത്. സമൂഹത്തിൽ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യത സമൂഹത്തിനുണ്ട്. അത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ആയാലും മദ്യം ഉപയോഗിക്കുന്നവരെ ആയാലും അതേപോലെ തന്നെ ഈ കഞ്ചാവ് അത് ഉപയോഗിക്കുന്നവരെ ആയാലും അതേപോലെ തന്നെ ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവരെ ആയാലും ആ ഉപദ്രവിക്കപ്പെടുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കാൻ ഒരു ബാധ്യത സമൂഹത്തിനുണ്ട്. അതിന് മുമ്പോട്ട് വരണം. അനങ്ങാതിരിക്കരുത് ഒരിക്കലും. നിങ്ങളൊരു ചെറുപേരെങ്കിലും ഉയർത്തണം. ഇല്ലെങ്കിലുണ്ടല്ലോ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും. നമുക്ക് ഈ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. അത് പിന്നൊരവസരത്തിലാകട്ടെ. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു.